Hi friends, welcome to Homemade Cooking and Crafts. ഇന്ന് നമുക്ക് പേപ്പർ വെച്ചിട്ട് ലേഡിബഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 3 കളർ പേപ്പർ വേണം. ഒരു ബ്ലാക്ക് കളറിലെ പേപ്പറും ഒരു റെഡ് കളറും ഒരു വൈറ്റ് കളറും. പിന്നെ കത്രിക, ഒരു പെൻസിൽ, ബ്ലാക്ക് കളറിലെ സ്കെച്ച് പെന്ന്, ഒട്ടിക്കാനുള്ള പശയും. ആദ്യം തന്നെ റെഡ് കളറിലെ പേപ്പർ മടക്കിയെടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നീളം വന്നിട്ട് 5.5 സെൻറ്റിമീറ്ററും വീതി വന്നിട്ട് 4.5 സെൻറ്റിമീറ്ററും. അങ്ങനത്തെ 2 പീസ് റെഡ് കളറും ഒരു ബ്ലാക്ക് കളറിലെ പീസും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഓവൽ ഷേപ്പിൽ വരച്ചെടുക്കുക. വേണമെങ്കിൽ ഈ പേപ്പറിനൊന്ന് 2 മടക്കി വെച്ചിട്ട് ഓവലിൽ പകുതി വരച്ചിട്ട് ഓപ്പോസിറ്റ് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അത് 3ഉം കട്ട് ചെയ്തെടുക്കുക. 3 കൂടി ഒരുമിച്ച് വെക്കണമെങ്കിൽ മൊത്തത്തിൽ ഒരുമിച്ച് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ആയി കിട്ടും. റെഡ് കളറിലെ ഓവൽ സെൻറ്റർ വെച്ചിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഒട്ടിക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു വി പോലെ കിട്ടണം, ബ്ലാക്ക് കളറിലെ ഷെയ്ഡ്. എന്നിട്ട് ഒട്ടിക്കാൻ നേരത്ത് പുറകിൽ മാത്രം പശ തേച്ചാൽ മതി, ഓവലിലെ പകുതി സൈഡ് മാത്രം. എന്നിട്ടത് പുറകിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പുറത്തെ കളറിലെ റെഡ് കളറും ഇതേപോലെ അതിൻ്റെ പകുതി സൈഡിൽ ഇങ്ങനെ വി ഷേപ്പിൽ വന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ഇനി അതിൻ്റെ മുഖം കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു ചെറിയ ഓവൽ ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് വെച്ച് നോക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് പശ തേച്ചിട്ട് അത് അതിലോട്ട് ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ കൊമ്പ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് പേപ്പർ ഒന്ന് 2 മടക്കി വെക്കാം. എന്നിട്ട് നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് തുമ്പത്തായിട്ട് റൗണ്ട് ഷേപ്പ് പോലെ വരച്ചെടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 2 കൂടി ഒറ്റ ഇതിലായിട്ട് കിട്ടും. എന്നിട്ട് അത് 2ൻ്റെ ഇടയിൽ പശ വെച്ചിട്ട് ഇങ്ങനെ വി പോലെ വെച്ചിട്ട് അവിടെയും കുറച്ച് പശ തേച്ചിട്ട് മുഖത്തിൻ്റെ അതിലോട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കാലുകൾ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് 2 മടക്കുക. അപ്പോൾ 2 പീസ് കിട്ടും. പിന്നെ അതേപോലെ ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 3 പീസായി കിട്ടും. അങ്ങനെ ഒരു സൈഡിൽ ഒട്ടിച്ചെടുക്കാം. അതേപോലെ അപ്പുറത്തും അതേപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. പിന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പശ തേച്ച് കൊടുക്കാം. ആദ്യം നീളത്തിലൊന്ന് പശ തേക്കാം.
എന്നിട്ടൊന്ന് മടക്കിയിട്ട് ഒന്നുകൂടി പശ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പീസും കൂടി ഉള്ളത് അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അപ്പുറത്തും ഇതേപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കാലുകൾക്ക് ഒന്ന് ഒരു ബെൻഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാലിങ്ങനെ പൊങ്ങി നിൽക്കണമായിട്ട് ഫീൽ ചെയ്യിക്കും. അത് കൈ വെച്ചൊന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ കിട്ടും. അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് പീസായിട്ടായിരിക്കാം. ഇനി നമുക്ക് അതിൻ്റെ കണ്ണുകൾ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു വൈറ്റ് കളറിലെ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ കണ്ണ് പോലത്തെ ഇത് മേടിക്കാൻ കിട്ടുന്നത് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വൈറ്റ് കളറിലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറിൽ കൃഷ്ണമണിക്കായിട്ട് ഒരു ഡോട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിലും പശ തേച്ചിട്ട് കണ്ണിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് കളറിൽ സ്കെച്ച് വെച്ചിട്ട് കൃഷ്ണമണിക്ക് കറുപ്പ് കളർ കൊടുക്കാം. അതേപോലെ തന്നെ റെഡ് കളറിൻ്റെ ചുറ്റും ബ്ലാക്ക് കളറിൽ ഡോട്ടായിട്ട് നീക്കിയായിട്ട് ഓരോ സർക്കിൾ വരച്ചു കൊടുക്കാം. ഉള്ളിലും അതേപോലെ നമുക്ക് ചെയ്തെടുക്കണം. Subscribe ചെയ്യാ, share ചെയ്യാ, like ചെയ്യാ. Bye bye.